അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വാട്ടേജിൻ്റെ ചെയ്യാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ അത് രാവിലെ പൂരി മസാലക്കറിയാണ് കേട്ടോ കഴിച്ചത്. ഉച്ചത്തേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കള വരെ പോയപ്പോഴാണ് അമ്മ എനിക്ക് ഈ പണി തന്നത്. ഉള്ളി വഴറ്റണ പണി കേട്ടോ. ഇന്നിവിടെ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് വരട്ടിയതുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതവിടെ ലിവറിനുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കുകയാണേ. അമ്മ എനിക്കിത് ആവശ്യത്തിന് ഇങ്ങനെ ഓരോന്നുള്ളത് വെച്ച് തരും. ഞാനത് ഇളക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ അമ്മ അതാ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണേ. ഞാനാണെങ്കിൽ ഇവിടെ പാർട്സിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാ ബാക്കിയുള്ള സംഭവങ്ങൾ അമ്മ ഉണ്ടോ എല്ലാം ഇട്ട് തരും. എനിക്കിതിൽ ഒന്ന് ആഡ് ചെയ്യാൻ അറിയില്ല, അതൊക്കെ ഇട്ട് തരും. ഞാൻ ജസ്റ്റ് ഇളക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്താ ലാസ്റ്റ് ചിക്കൻ്റെ പാർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും ഇട്ട് വരട്ടിയിട്ട് അത് ഞാൻ ഇളക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അമ്മൻ്റെ ഇത് വാങ്ങിയിട്ട് ഇതാ ജസ്റ്റ് ഒന്നൊക്കെ സെറ്റാക്കിയിട്ട് എൻ്റെ കയ്യിൽ വീണ്ടും തന്നു. അങ്ങനെ അതൊരു വിധം ശരിയാവാനായിട്ടുണ്ട്. പിന്നെ അതിലെന്തൊക്കെയോ പൊടികൾ കുറവാന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ പാർട്സ് ശരിയായിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി. ഇത് ചിക്കനിക്കുള്ള തേങ്ങയാണ് കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് മല്ലിയിലയൊക്കെ തൂകിയിട്ട് ഇതാ ശരിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ശരിയായി. നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് നെയ്ച്ചോറും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇവിടേക്ക് ക്ലീൻ ആക്കുകയാണേ. നമ്മുടെ പണി തന്നെ ഞാനാണ് കേട്ടോ ഈ അടുക്കളയൊക്കെ വൃത്തിയാക്കാറ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.